എന്നത്തേതും പോലെ അന്നും ജോലിക്കായി ഇറങ്ങി നടക്കവേ സുബീറ ഫറത്ത് അറിയുന്നുണ്ടായിരുന്നില്ല അവൾ നടന്നെടുക്കുന്നത് വലിയൊരു ദുരന്തത്തിലേക്കാണെന്ന്. മലപ്പുറത്തായിരുന്നു കബീറിൻ്റെയും മക്കളുടെയും താമസം. അമ്മയില്ലാത്ത ഒരു കുറവ് ഒരിക്കലും മക്കൾക്കുണ്ടാകരുതെന്ന് ആ അച്ഛൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ തന്നെയാണ് ആ രണ്ട് മക്കളെയും വളർത്തിയത്. അതിൽ മൂത്തവളായ സുബീറ ഫറത്തിന് ഒരു നിർബന്ധമുണ്ടായിരുന്നു. തൻ്റെ അച്ഛൻ്റെ ഈ കഷ്ടപ്പാടെല്ലാം തന്നെ കൊണ്ടാവുന്ന വിധം ഒന്ന് കുറച്ചു കൊടുക്കണമെന്ന്. അങ്ങനെയാണ് ചെറുപ്പത്തിൽ തന്നെ ജോലിക്ക് പോകാനും അവൾ ആരംഭിക്കുന്നത്. അങ്ങനെ അടുത്തുള്ളൊരു ക്ലിനിക്കിൽ ഹെൽപ്പറായി ജോലിക്ക് കയറി. 21-ാം വയസ്സിൽ തന്നെ ആ ഒരു ജോലി എടുക്കുന്നതിന് ആ ഒരു പെൺകുട്ടിയെ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുമല്ലേ. അങ്ങനെ പോകെ ഒരു ദിവസം 2021 മാർച്ച് 10 തൻ്റെ മകൾ ജോലി കഴിഞ്ഞ് എത്തേണ്ട സമയമായിട്ടും എത്താത്തതിനെ തുടർന്ന് ആ അച്ഛൻ ഭയങ്കരമായി ഒന്ന് ഭയന്നു. അങ്ങനെ പ്രത്യേകിച്ച് വലിയ കൂട്ടുകാരോ ഒന്നുമില്ലാത്തൊരു പെൺകുട്ടിയാണ്. കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയി കാണുമെന്നും കരുതാനും അതുകൊണ്ട് തന്നെ ആ അച്ഛനായില്ല. ഉടൻ തന്നെ ക്ലിനിക്കിലേക്ക് ചെന്ന് അന്വേഷിച്ചു. അവിടെ നിന്ന് കേട്ട വിവരം ആ അച്ഛനെ ശരിക്കും ഞെട്ടിച്ചു. ജോലിക്ക് പോയി വരാൻ താമസിച്ച ആ പെൺകുട്ടി അന്ന് ജോലി സ്ഥലത്ത് എത്തിയിട്ടേയില്ല. സ്വാഭാവികമായി ആ അച്ഛന് ഭയന്നു. കാരണം ഫോൺ വിളിച്ചിട്ടും സ്വിച്ച് ഓഫ് ആണ്. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈൻറ്റ് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും പരക്കുന്ന ഒരു കഥയുണ്ടല്ലോ, എന്തെങ്കിലും പ്രണയബന്ധം ഉണ്ടായിട്ടുണ്ടാകും. ആ പയ്യനൊപ്പം ആ പെൺകുട്ടി പോയിട്ടുമുണ്ടാകും. പക്ഷേ അതൊന്നും വിശ്വസിക്കാൻ ആ അച്ഛൻ തയ്യാറായിരുന്നില്ല. പോലീസുകാർക്കും പിറ്റേന്നുള്ള അന്വേഷണത്തിൽ അത് സത്യമാണെന്ന് മനസ്സിലായി. കാരണം സമീപവാസികൾക്ക് പോലും അങ്ങനെ ഒരു രീതിയിൽ ആ കുട്ടി പോയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കാനാകുന്നില്ല. അതിനെ തുടർന്ന് ആദ്യം തന്നെ ക്ലിനിക്കിൽ അന്വേഷിക്കാമെന്ന് കരുതി. ക്ലിനിക്കിൽ ചെന്നപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ്: 12 മണി വരെ എത്താത്തതിനെ തുടർന്ന് അങ്ങോട്ടേക്ക് വിളിച്ചു നോക്കി. അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ്. എന്തെങ്കിലും എമർജൻസി കാരണം പെട്ടെന്ന് ലീവ് എടുത്തതായിരിക്കുമെന്ന് കരുതി ഞങ്ങളത് വിടുകയും ചെയ്തു. പക്ഷേ അവിടുത്തെ ജീവനക്കാരുടെ സംസാരത്തിൽ അത്ര വലിയ വിശ്വാസ്യത തോന്നാത്ത പോലീസുകാർ അവിടുത്തെ CCTV ഒക്കെ തന്നെ പരിശോധിച്ചു. അതായത് ജോലിക്ക് എത്തിയിട്ടുണ്ടോ, പിന്നീട് അവിടെ എന്തെങ്കിലും പ്രശ്നം നടന്ന് ആ പെൺകുട്ടി ഇറങ്ങിപ്പോയതാണോ എന്നൊക്കെ. പക്ഷേ CCTV ദൃശ്യത്തിൽ ഒന്നും തന്നെ സുബീറ അന്നത്തെ ദിവസം ക്ലിനിക്കിൽ എത്തിയിട്ടില്ല എന്നും പിന്നീട് അവിടുത്തെ ജീവനക്കാരുടെ സംസാരത്തിൽ നിന്ന് യാതൊരുവിധ പ്രശ്നങ്ങളും അവിടെ ഇല്ലായിരുന്നു എന്നും മനസ്സിലായി. അപ്പോൾ സ്വാഭാവികമായും വീടിനടുത്ത് തന്നെയായിരിക്കും സുബീറെ കാണാതായതിനെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ സംഭവിച്ചിരിക്കുക എന്ന് പോലീസിന് മനസ്സിലാകുന്നു. അങ്ങനെ അടുത്ത് അന്വേഷിക്കുകയാണ്. അച്ഛനായ കബീറിനോട് അന്വേഷിക്കുന്നു, എങ്ങനെയാണ് സ്ഥിരമായി സുബീറ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ സ്ഥിരമായി പോകുന്നത് മെയിൻ റോഡിലൂടെ ആയിരുന്നില്ല. പെട്ടെന്ന് എത്തുന്നതിന് വേണ്ടി 2-3 വീടുകളുടെ ഒക്കെ പരിസരത്തൂടെയുള്ള ഒരു കുറുക്ക് വഴി ഉണ്ടായിരുന്നു. അതുവഴിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ആ വഴിയും അന്വേഷിച്ചു. ആ അന്വേഷണത്തിൽ നിന്ന് സുബീറ കടന്നു പോകുന്ന ആ വഴിയിൽ 2 വീടുകളിൽ CCTV ഉള്ളതായിട്ട് പോലീസുകാർ കണ്ടെത്തി. അങ്ങനെ CCTV പരിശോധിച്ചു. ആദ്യത്തെ വീട്ടിലെ CCTVയിൽ സുബീറ കടന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. എന്നാൽ 400 മീറ്റർ അകലെയുള്ള അപ്പുറമുള്ള വീട്ടിലെ CCTV ദൃശ്യത്തിൽ സുബീറ കടന്നു പോകുന്നതായി കാണിക്കുന്നുമില്ല. പിന്നീട് ഈ പറയുന്ന സൈബർ സെല്ല് വഴിയുള്ള ആ അന്വേഷണത്തിലും, അതായത് ഫോൺ എവിടെ വെച്ചാണ് സ്വിച്ച് ഓഫ് ആയത് എന്നൊക്കെ നോക്കിയപ്പോഴും ഈ 2 വീടുകളുടെ മധ്യത്തിൽ വെച്ചാണ് ഫോൺ സ്വിച്ച് ഓഫ് ആയതെന്നും കണ്ടെത്തി. അതിനിടയ്ക്ക് വെച്ചിട്ടാണ് സുബീറയ്ക്ക് എന്തോ സംഭവിച്ചതെന്ന് പോലീസുകാർക്ക് മനസ്സിലാകുന്നു. അങ്ങനെ അവിടെയൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിലും ഒരു രീതിയിലുള്ള ഒരു തെളിവും അവിടെ നിന്ന് ലഭിക്കുന്നില്ല. പിന്നീട് പോലീസുകാർക്ക് അവിടെയുള്ള പരിസരവാസികളുമായിട്ട് ആരോട്ടെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ സുബീറയ്ക്കെന്ന് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയും ഒന്നുമില്ല. പിന്നെ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? ഏകദേശം സുബീറയെ കാണാതായിട്ട് 30-35 ദിവസങ്ങളോളം കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ് ആ ഒരു പരിസരത്തുള്ള ആരെങ്കിലും അതേ സമയത്ത്, അതായത് സുബീറയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയ സമയത്ത് അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ള രീതിയിൽ സൈബർ സെല്ലിൽ നിന്ന് നോക്കുന്നത്. അങ്ങനെ നോക്കിയതിൽ നിന്ന് അവിടെ ആദ്യം തൊട്ടേ സുബീറെ കാണാതായ അന്ന് തൊട്ട് പോലീസുകാർക്കും ആ ഒരു ഫാമിലിക്കും ഒപ്പം എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന അൻവർ എന്നൊരു വ്യക്തിയുടെ ഫോൺ ആ ഒരു ഭാഗത്ത് വെച്ച് സിഗ്നൽ കാണിക്കുന്നതായിട്ട് കാണുന്നത്. പക്ഷേ സുബീറയുടെ അച്ഛൻ കബീർ പറയുന്നുണ്ട്, ഒരിക്കലും ഞങ്ങൾക്ക് അൻവറിനെ സംശയമില്ല. കാരണം സ്ഥിരമായി വീട്ടിൽ വരാറുള്ള വ്യക്തിയാണ്. അത്തരത്തിൽ തൻ്റെ മകളെ അപായപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രശ്നവും അൻവർ ഉണ്ടാക്കുകയില്ല എന്നുള്ളത്. പക്ഷേ പോലീസുകാർക്ക് ഇതിനു മുമ്പ് അൻവറിനെ സംശയിക്കാനുള്ള വേറൊരു കാരണവുമുണ്ട്. പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വന്നിരുന്നു. കോളിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: അൻവറിനെയാണ് സുബീറെ കാണാതായതിനെ തുടർന്ന് ഞങ്ങൾക്ക് സംശയം. കാരണം അൻവറിനെ അവിടെ അടുത്തുള്ള ഒരു വസ്തു നോക്കുന്നതിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. സുബീറെ കാണാതായ ആ ദിവസങ്ങളിൽ ആ വസ്തു JCB ഉപയോഗിച്ച് കുണ്ടും കുഴിയും ഒക്കെ നികത്തിയിരുന്നു. ഇതിൽ നിന്നാണ് ഇവർക്ക് ഈ തരത്തിലുള്ളൊരു സംശയം ഉണ്ടായിരിക്കുന്നത്. ഉടൻ തന്നെ അൻവറിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്തു.
ഇല്ല, ഞാനൊരിക്കലും അത് ചെയ്യില്ല. എങ്ങനെ എനിക്കത് ചെയ്യാനാകും? കാരണം തുടക്കം മുതൽ ഈ ഒരു കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിരുന്നു ഞാൻ. ആ കുടുംബത്തിനൊപ്പം എപ്പോഴും നിന്നിരുന്ന ഒരാളാണ് ഞാൻ. എങ്ങനെയാണ് ഞാൻ ആ കുട്ടിയെ അപായപ്പെടുത്തുന്നത്? ഇതിപ്പോൾ യഥാർത്ഥ പ്രതിയെ കിട്ടാതായതോടുകൂടി എന്നെ നിങ്ങൾ കരുവാക്കുന്നതാണ് എന്നുള്ള തരത്തിലുള്ള മറുപടികളാണ് അൻവറിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. പക്ഷെ പോലീസുകാർ പറഞ്ഞു, എന്നാലിരിക്കട്ടെ, നീ നികത്തിയതായിട്ട് പറയപ്പെടുന്ന ആ വസ്തു എന്തായാലും ഇന്നങ്ങ് പരിശോധിച്ചേക്കാമെന്ന്. അതോടുകൂടി അൻവർ ഭയപ്പെടാൻ തുടങ്ങി. ഇല്ല സാർ, ഞാൻ ഇനിയുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറയാം. കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ അൻവർ ഈ പറയുന്ന സുബീറുമായി സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ സുബീറയ്ക്ക് അൻവറിനെ ഇഷ്ടമായിരുന്നില്ല. വീട്ടിൽ വന്ന് അച്ഛനോട് സംസാരിക്കും. അങ്ങനെ ഫാമിലിയായിട്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് അൻവറെങ്കിലും സുബീറ ഈ അൻവറിനെ കാണുന്നതിന് പോലും വലിയ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. അച്ഛനെ കാണാൻ അഥവാ വീട്ടിലേക്ക് വന്നാൽ തന്നെ സുബീറ ഓടിപ്പോയി കഥ കടച്ച് റൂമിലിരിക്കും. അൻവർ പോയെന്ന് ഉറപ്പുവരുത്താതെ പുറത്തേക്ക് ഇറങ്ങുകയുമില്ല. ഇതോടുകൂടി അൻവറിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് വരാൻ തുടങ്ങി. എന്നാണ് ഈ തരത്തിൽ ഈ പെൺകുട്ടി എന്നോട് പെരുമാറുന്നത്? പക്ഷേ അൻവറിൻ്റെ ഉള്ളിലുള്ള ഉദ്ദേശം ശരിക്കും സുബീറ മനസ്സിലാക്കിയിട്ടാണോ ഈ തരത്തിൽ പെരുമാറിയതെന്ന് ഇപ്പോൾ നമ്മൾ സംശയിക്കും. കാരണം അൻവറിൻ്റെ ലക്ഷ്യവും ദുരുദ്ദേശം തന്നെയായിരുന്നു. സുബീറയുടെ കഴുത്തിൽ ഒരു 3 പവൻ്റെ മാലയുണ്ടായിരുന്നു. താനാകട്ടെ വലിയൊരു കടക്കിണിയിലും. ഈ തരത്തിൽ സുബീറയുമായി ഒരു അടുപ്പം സ്ഥാപിച്ചാൽ കഴുത്തിൽ കിടക്കുന്ന ആ മാല തനിക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ആ മാലയിലൂടെ എൻ്റെ കടകളും തീർക്കാം. സുബീറയ്ക്ക് ഒരല്പം സ്നേഹം കൊടുത്താൽ മതിയല്ലോ. ഇത് തന്നെയായിരുന്നു അൻവറിൻ്റെ ലക്ഷ്യം. എന്നാൽ ഒരു തരത്തിലും അടുക്കാത്ത സുബീറയെ എങ്ങനെയെങ്കിലും സംസാരിച്ച് വശത്താക്കാൻ അൻവർ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് സുബീറ ജോലിക്കായിട്ട് പോകുന്ന ആ വഴിയിൽ അന്ന് അൻവർ കാത്തിരുന്നത്. ഉടനെ തന്നെ പെട്ടെന്ന് പുറകിൽ നിന്ന് ചാടി വീണു. സുബീറ ശരിക്കും ഞെട്ടി. എനിക്ക് തന്നോടൊന്നും സംസാരിക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് തർക്കത്തിലേക്ക് പോകുന്നു. എന്നാൽ നീ ദേ എൻ്റെ ഈ ഫോണിൽ കിടക്കുന്ന കാഴ്ചയൊന്ന് കണ്ടു നോക്കൂ എന്ന് പറയുന്നു. അതോടുകൂടി എന്താണ് ആ ഫോണിലെന്നുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാകാം സുബീറ ഫോണിലേക്ക് നോക്കുകയും പുറകിൽ നിന്ന് കടന്നു പിടിക്കുകയും കൂടെ ഒരുമിച്ചായിരുന്നു. ശ്വാസം മുട്ടിക്കാൻ കുറേ ശ്രമിച്ചു. ശ്വാസം മുട്ടിക്കാനല്ല, ശരിക്കും ബഹളം വെക്കുന്നത് തടയാനാണ് അൻവർ ശ്രമിച്ചത്. പക്ഷേ ആ പിടിവലിക്കിടയിൽ ഭയങ്കരമായി ഉച്ചത്തിൽ ശബ്ദം വയ്ക്കാൻ തുടങ്ങി. അതോടുകൂടി കഴുത്ത് ഞെരിക്കുക അല്ലാതെ അൻവറിന് വേറെ മാർഗമില്ലാതെയായി. അങ്ങനെ അവിടെ വെച്ച് സുബീറ മരണപ്പെടുകയാണ്. പരിഭ്രാന്തിയിലായ അൻവറിന് എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം ഈ തരത്തിൽ കൊലപ്പെടുത്തുക എന്നൊരു ഉദ്ദേശമൊന്നും അൻവറിന് ആ സമയത്തുണ്ടായിരുന്നില്ല. പക്ഷെ സംഭവിച്ചു പോയി. ഇനി എങ്ങനെയെങ്കിലും ഈ തെളിവ് നശിപ്പിക്കണം. അങ്ങനെയാണ് തനിക്ക് നോക്കുന്നതിന് വേണ്ടി ഏൽപ്പിച്ച ആ വസ്തുവിലേക്ക് ഈ പറയുന്ന സുബീറയുടെ മൃതദേഹം വലിച്ചഴച്ചുകൊണ്ട് പോയത്. ഏകദേശം 150 മീറ്ററോളമാണ് ഈ മൃതദേഹം വലിച്ചഴച്ചുകൊണ്ട് പോയിരിക്കുന്നത്. അങ്ങനെ തന്നെ സുബീറയുടെ ദേഹം മൊത്തം മുറിഞ്ഞ് ബ്ലഡൊക്കെ വരാൻ തുടങ്ങി. അത് സ്വന്തം തുണിയിലും പറ്റിയതോടുകൂടി സ്വന്തം ഡ്രസ്സും അവിടെ ഉപേക്ഷിച്ച് സുബീറയും അവിടെ കുഴിച്ചിട്ടതിന് ശേഷം രാത്രിയിൽ തൻ്റെ പരിചയത്തിലുള്ള ഒരു JCB ഡ്രൈവറിനെ വിളിച്ച് പറയുകയാണ്, എത്രയും പെട്ടെന്ന് നീ ഈ വസ്തുവിലേക്ക് എത്തണം. എൻ്റെ വീട്ടിലുള്ള കുറേ അധികം പക്ഷികൾ ഇന്ന് രാത്രി പെട്ടെന്ന് എന്തോ അസുഖം പറ്റിയതാണെന്ന് തോന്നുന്നു, മരിച്ചു പോയിരിക്കുന്നു. ഇവയെല്ലാം ഇന്ന് തന്നെ മറവ് ചെയ്യണം. അങ്ങനെ താല്പര്യമില്ല, കാരണം ഞാൻ വേറൊരു വർക്കിലാണെന്ന് പറഞ്ഞ JCB ഡ്രൈവറിന് അധികം പണം ഓഫർ ചെയ്ത് കൊണ്ടുവന്ന് അന്ന് രാത്രി തന്നെ ഇതെല്ലാം കൊണ്ടും തെളിവ് നശിപ്പിക്കാനാണ് അൻവർ ശ്രമിച്ചത്. ഉടനെ തന്നെ അൻവറുമായി ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയപ്പോൾ പോലീസുകാർക്ക് അവിടെ നിന്ന് സുബീറയുടെ വസ്ത്രങ്ങളുടെ കഷ്ണങ്ങൾ ലഭിച്ചു. അതോടുകൂടി ഏകദേശം 40 ദിവസമായി തൻ്റെ മകളെ കാണാതെ വിഷമിച്ചിരുന്ന കബീറിന് ഇരട്ടി ഭാരം തോന്നുകയാണ് നെഞ്ചിൽ. കാരണം ഒരിക്കലും അൻവറിനെ ആ അച്ഛൻ സംശയിച്ചിരുന്നില്ല. സ്ഥിരമായി വീട്ടിൽ വന്നു പോയിരുന്ന ആൾ, ചിലപ്പോൾ സഹോദര തുല്യനായായിരിക്കും അദ്ദേഹം പോലും തൻ്റെ മക്കൾക്ക് അയാളെ കണ്ടിട്ടുണ്ടാവുക. അങ്ങനെ 40 ദിവസങ്ങൾക്ക് ശേഷം തൻ്റെ പരിസരത്ത് നിന്ന് തന്നെ തൻ്റെ മകളുടെ മൃതദേഹം ലഭിക്കുന്നു. പിന്നീട് മതാചാരപ്രകാരം, അതായത് പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞതിന് ശേഷം മതാചാരപ്രകാരം തന്നെ ആ പെൺകുട്ടിയെ അടക്കം ചെയ്യുകയും ചെയ്തു. പ്രതിയെ ലഭിച്ചു, കുറ്റം തെളിയിക്കപ്പെടുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും അൻവർ ജയിലിൽ തന്നെ വസിക്കുന്നുണ്ട്. അതായത് ശിക്ഷ എന്താണെന്നുള്ള കാര്യം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഒന്നും അറിയാത്തൊരു പെൺകുട്ടി, അതായത് നാട്ടുകാർക്ക് മൊത്തം പ്രിയങ്കരിയായിരുന്ന ഒരു പെൺകുട്ടി. ഒരു തരത്തിലുള്ള ദുഷ്പേരുകളും അവൾ കേൾപ്പിച്ചിട്ടില്ല. അച്ഛൻ്റെ കഷ്ടപ്പാട് കുറയ്ക്കണം എന്ന് മാത്രമേ ആ പെൺകുട്ടി അന്ന് ചിന്തിച്ചിരുന്നുള്ളൂ. അവളെയാണ് അവൻ ഇല്ലാതാക്കിയത്. എന്താണ് അവന് പ്രത്യേകിച്ചൊരു ശിക്ഷ നടപ്പിലാക്കാനുള്ളതല്ലേ? കാരണം ഇത് സ്ഥിരമാണല്ലോ. പെൺകുട്ടികൾ കൊല്ലപ്പെടും, ചിലപ്പോൾ മൃഗീയമായി കൊല്ലപ്പെടും. അതൊക്കെ ഇവിടെ സ്ഥിരം നടന്നു വരികയാണ്. ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ ഇത് ഇന്ത്യയാണ്, ഇവിടെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ആശ്വസിക്കാനേ ഇപ്പോൾ നിർവാഹമുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.